പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന പരിപാടി നാളെ ജിദ്ദയിൽ ആരംഭിക്കും. ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങളുടെ കലാ സാംസ്കാരിക വിനോദ പരിപാടികളാണ് പാസ്പോർട്ട് ടു ദ വേൾഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രവേശനം സൗജന്യമാണ്. സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റിയാണ് യുവർ പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന പേരിൽ വിനോദ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 30 മുതൽ മെയ് 24 വരെ നീണ്ടുനിൽക്കുന്ന പരിപാടിയിൽ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന സംഗീത നൃത്ത പരിപാടികളും ഷോപ്പിംഗ് വിനോദ പരിപാടികളും ഉണ്ടാകും. മെയ് 14 മുതൽ 17 വരെയാണ് ഇന്ത്യയുടെ പരിപാടി. മലയാളത്തിൽ നിന്ന് നടനും റാപ്പറുമായ നീരജ് മാധവ് പരിപാടിയിൽ പങ്കെടുക്കും. ബോളിവുഡ് പിന്നണി ഗായകരായ പ്രകൃതി കാക്കർ, ജൂബിൻ നൌട്ടിയാൽ, മുഹമ്മദ് ഡാനിഷ് എന്നിവരും ഇന്ത്യൻ പരിപാടിയിൽ പങ്കെടുക്കും. ഏപ്രിൽ 30 മുതൽ മെയ് 3 വരെ ഫിലിപ്പീൻസിന്റെയും മെയ് 7 മുതൽ 10 വരെ ബംഗ്ലാദേശിന്റെയും മെയ് 21 മുതൽ 24 വരെ സുഡാന്റെയും പരിപാടികൾ ഉണ്ടാകുമെന്ന് അതോറിറ്റി പ്രതിനിധികൾ അറിയിച്ചു. 4 countries going to be participating in this event. We have India, we have Philippines, we have Bangladesh, we have Sudan, and by the way, the entry is free for all, so please all come and enjoy the event. We have so many stuff, like we have food courts, we have the handicraft stuff, the zone, we have the kids zone, all the activities for the kids are free. ഫുഡ് സ്റ്റോളുകൾ, ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, കുട്ടികൾക്കുള്ള ഗെയിമുകൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട്. ജിദ്ദയിൽ ഷറഫിയക്കടുത്ത് വേൾഡ് എയർപോർട്ട് ഭാഗത്ത് അൽ വുറൂദിലാണ് വിശാലമായ പാർക്കിംഗ് സൗകര്യമുള്ള വേദിയുള്ളത്. ഗൂഗിൾ മാപ്പിൽ പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്താൽ ലൊക്കേഷൻ കാണിക്കും. പ്രവേശനം സൗജന്യമാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമായ വിബുക്ക് വഴി ബുക്ക് ചെയ്യാനും സ്പോട്ടിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. വൈകുന്നേരം 4 മണി മുതലാണ് പ്രവേശനം. ജലീൽ കണമകലം, 24 ജിദ്ദ.